മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഴയെ സംബന്ധിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മലയോര മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. CV അനുമോദും പ്രിൻസ് ജെയിംസും മനോജ് പുനലൂരും നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്ന് ചേരും. ആദ്യം ഇടുക്കിയിലേക്കാണ് പോകുന്നത്. പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴയായിരുന്നു. മഴക്കെടുതി എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ രാത്രിയൊക്കെ എങ്ങനെയായിരുന്നു സാഹചര്യം? കഴിഞ്ഞ രാത്രിയൊക്കെ അല്പം മഴ കുറവുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് മഴയിൽ കുറവുണ്ടായിരുന്നു. ഇടവിട്ട് ചെറിയ മഴ പെയ്യുന്നതല്ലാതെ അതിശക്തമായ മഴ ഇന്നലെ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. മിക്ക പ്രദേശങ്ങളിലും ശാന്തമായ ഒരവസ്ഥയാണുള്ളത്. എന്നാൽ വരും മണിക്കൂറുകളിലൊക്കെ മഴ അതിശക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, കരുതുന്നത്. അതിതീവ്ര മഴയാണ് ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ജില്ലയിലെ ജലവിനോദങ്ങൾ അടക്കമുള്ള ടൂറിസം ആക്ടിവിറ്റികളെല്ലാം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. അതായത് കയാക്കിംഗ്, ബോട്ടിംഗ്, ട്രക്കിംഗ്, ജീപ്പ് സഫാരി തുടങ്ങിയുള്ള എല്ലാവിധ വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ച ഒരു സാഹചര്യമാണോ പ്രിൻസ്? തീർച്ചയായും അത്തരത്തിൽ, അതായത് വലിയ മഴയ്ക്കൊരു സാധ്യത ഉള്ളതിനാൽ എല്ലാവിധ ടൂറിസം ആക്ടിവിറ്റികളും, പ്രധാനപ്പെട്ട എല്ലാവിധ ടൂറിസം ആക്ടിവിറ്റികളും നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിരോധിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും ജലവിനോദങ്ങൾ പോലുള്ള ടൂറിസം ആക്ടിവിറ്റികളെല്ലാം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രയ്ക്കും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെ യാത്ര നടത്തുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്രകളൊക്കെ വലിയ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ഭാഗത്തും റോഡിലേക്ക് മണ്ണിടിച്ച് വീഴുന്ന, ചെറിയ തോതിലെങ്കിലും മണ്ണിടിച്ച് വീഴുന്ന ഒരവസ്ഥയുണ്ട്. അത് കനത്ത മഴ ഉള്ള സാഹചര്യത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ശക്തമായ സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങളൊക്കെ. ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ നിലനിൽക്കുന്നതിനാൽ ഈ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുക, അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇതിനോടകം കൈക്കൊണ്ടിട്ടുണ്ടോ? ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളൊന്നും മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നിലവിൽ ആളുകളെയൊന്നും മാറ്റി പാർപ്പിച്ചിട്ടില്ല. ഒപ്പം ക്യാമ്പുകളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എങ്കിലും ആവശ്യമെങ്കിൽ വീടുകളിലൊക്കെ മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ. എന്തായാലും എല്ലാ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. അത് വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ രാവിലെ മുതൽ മഴ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ മഴയ്ക്ക് അല്പം കുറവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ അതിതീവ്ര മഴയാണ് രാത്രികാലങ്ങളിൽ പെയ്തത്. നിലവിൽ മഴയ്ക്ക് അല്പം കുറവുണ്ട്. എന്നാൽ വൈകുന്നേരങ്ങളുടെ മഴ ശക്തമാകുമെന്നാണ് കരുതുന്നത്. അപ്പം സ്കൂളുകൾക്ക് അവധി അടക്കമുള്ള കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, മുല്ലപ്പെരിയാറിലെ അടക്കമുള്ള ജലനിരപ്പിന്റെ ഒരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാറിലെ ഇതിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകുന്നതിന്റെ അളവ് നേരിയ തോതിൽ കുറച്ചിട്ടുണ്ട്. നിലവിൽ 4400 ക്യൂസെക്സോളം വെള്ളമാണ് 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ പെരിയാർ നദിയിലേക്ക് ഒഴുകുന്നത്. ഒപ്പം 1600 ക്യൂസെക്സോളം വെള്ളം തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അത് ആനുപാതികമായി മാത്രമേ വെള്ളം ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. നിലവിൽ ജലനിരപ്പ് 132.5 അടിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 139.5 അടി വരെ ഉയർന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിശക്തമായ നീരൊഴുക്കാണ് പെരിയാർ വനമേഖലയിൽ നിന്നൊക്കെ ജലാശയത്തിലേക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ നീരൊഴുക്കിലൊക്കെ അല്പം കുറവ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന അളവ് കുറച്ചിരിക്കുന്നത്. എന്നാൽ വരും മണിക്കൂറിലൊക്കെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും കൂടുതൽ വെള്ളം പുറത്തേക്ക് പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരിയാറിന്റെ ജലനിരപ്പ് ഉയരുകയും ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൂടുതലായി ഒഴുകുകയും ചെയ്തൊരവസ്ഥയിൽ തീരപ്രദേശങ്ങളിലെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വണ്ടിപ്പെരിയാർ, വാളാദ്യ, വള്ളക്കടവ് തുടങ്ങിയ മേഖലകളിലൊക്കെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം ഒഴുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അതായത് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് നേരിയ തോതിൽ കുറച്ചിട്ടുണ്ട്.
പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് ഇടുക്കിയുടെ ഒരു സാഹചര്യം. നിലവിൽ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ട്. അതിതീവ്ര മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല. കഴിഞ്ഞ രാത്രിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതാണ് സാഹചര്യം. എന്തായാലും ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ്. അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. രാത്രികാല യാത്ര അവിടെ ഒഴിവാക്കണം. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ തന്നെ പ്രത്യേകമായ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. മനോജ് പുനലൂർ നമുക്കൊപ്പം ചേരുകയാണ്. മനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കൊല്ലത്തെ ഒരു മഴയുടെ സാഹചര്യം? ഗുഡ് മോർണിംഗ് ആര്യ. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. അപകടകരമായ നിലയിൽ മഴ പെയ്യുന്നില്ലെങ്കിലും നിർത്താതെ മഴ പെയ്യുന്നുണ്ട്. പുനലൂർ പത്തനാപുരം താലൂക്കിലെ മലയോര മേഖലകളിൽ മഴ ഗതാഗതത്തെയും കൃഷിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പുന്നല, കടശ്ശേരി, ഏരൂർ, വിളക്കുപാറ മേഖലകളിൽ പെയ്യുന്ന മഴ കൃഷിയിടങ്ങളിൽ ചെറിയ തോതിൽ നാശം വിതച്ചിട്ടുണ്ട്. മരച്ചീനി, വാഴ എന്നിവ കാറ്റത്ത് ഒടിഞ്ഞു വീഴുകയും വയലുകളിൽ വെള്ളം കയറി നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലിപ്പോഴുള്ളത്. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായതനുസരിച്ച് കല്ലടയാറിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തെന്മല പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുന്നതിനാൽ ഡാമിലെ ജലനിരപ്പും ഉയരുന്നുണ്ട്. എന്നാൽ അപകടകരമായ നിലയിൽ ഷട്ടറുകൾ തുറക്കേണ്ട നിലയിലേക്ക് സാഹചര്യം എത്തിയിട്ടില്ല. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ ആര്യങ്കാവ് തുരങ്കത്തിന് ഭാഗത്ത് വെച്ച് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായെങ്കിലും റെയിൽ ഗതാഗതത്തെ അത് ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വിളക്കുടി പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ആവടീശ്വരം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും കുളപ്പുറം ഭാഗത്തും വയലുകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ ഇവിടെ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് ആഴ്ചകൾക്ക് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് നിന്ന് 9 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ പാലിക്കാൻ സാധിച്ചിട്ടില്ല. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പുനലൂർ പത്തനാപുരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ആര്യ. യെസ്, മനോജ് പുനലൂരാണ് നമുക്കൊപ്പം കൊല്ലത്തെ സാഹചര്യങ്ങളുമായി ചേർന്നത്. ഇനി പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. CV അനുമോദ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മലപ്പുറത്തെ മഴയുടെ ഒരു സാഹചര്യം? കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നോ? ആര്യ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തും പാലക്കാടും റെഡ് അലർട്ട് ഉണ്ട്. പക്ഷേ നിലവിൽ ഇവിടെയും കനത്ത മഴ പെയ്തിട്ടില്ല. ചാറ്റൽ മഴ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് ജനജീവിതത്തിന് ആശങ്ക ഉണ്ടാക്കുന്നൊരു സാഹചര്യം തീർത്തിട്ടില്ല. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളായ നിലമ്പൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നദികളിലെ ജലനിരപ്പ് ഉയരുകയും തീവ്രമഴ പെയ്യുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവുക ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ അതിർത്തികളായിട്ടുള്ള നീലഗിരി മേഖല, അവിടെയും വയനാട് ഭാഗത്തുമൊക്കെ മലനിരകളിലൊക്കെ മഴ പെയ്താൽ അതിൻ്റെ അടുത്ത നിമിഷം മുതൽ നിലമ്പൂരിലേക്ക് വെള്ളം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. കനത്ത മഴ, അതിതീവ്ര മഴ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നിലവിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ എവിടെയും മഴ പെയ്യുന്നില്ല. നിലവിൽ മേഘാവൃതമായ അന്തരീക്ഷമാണ്. ചാറ്റൽ മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനജീവിതത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യം തീർത്തിട്ടില്ല. അതുപോലെ തന്നെ നദികളുടെ ജലനിരപ്പും ഉയരുന്നുണ്ടെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ അപകട നിലയിലേക്ക് ഉയർന്നിട്ടില്ല എന്നതും ഒരു കാര്യമാണ്. അപ്പം പാലക്കാട് ജില്ലയിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. പാലക്കാടും ഇന്ന് അവധിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഡാമുകളൊക്കെ തന്നെ എല്ലാ ഡാമുകളിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ 3-4 സെൻറ്റിമീറ്റർ ഡാമുകളിൽ ഷട്ടപ്പ് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പുഴ, മലമ്പുഴ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഗായത്രിപ്പുഴയിലൊക്കെ ഭാരതപ്പുഴയിലൊക്കെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടില്ല. പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയായ മണ്ണാർക്കാട് മേഖലയിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ജാഗ്രത തുടരുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഈ ഒരു സമയം വരേക്ക് മാത്രമാണ് മഴ ഇപ്പോൾ മാറി. ഇനി എന്തായിരിക്കുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പക്ഷേ ഏത് സാഹചര്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ 2 ജില്ലകളിലും പൂർത്തിയായിട്ടുണ്ട്. യെസ്, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറത്തെയും പാലക്കാട്ടെയും സാഹചര്യം അപ്പോൾ അങ്ങനെയാണ്. റെഡ് അലേർട്ടാണ്. പക്ഷേ നിലവിൽ മഴ അതിശക്തമായി പെയ്യുന്നൊരു സാഹചര്യം ഇല്ല. പക്ഷേ മഴമേഘം മൂടിക്കെട്ടിയ ഒരു സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ അതിഭീകരമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് അനുമോദ് നമ്മളോട് പങ്കുവച്ച വിവരം.
ഇനി ഒരിക്കൽ കൂടി എടുത്തു പറയാം, മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലർട്ടുള്ള ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഒപ്പം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കോ അഭിമുഖങ്ങൾക്കോ ഈ അവധി ബാധകമല്ല.